തിരുവനന്തപുരം വർക്കല വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി കുഴഞ്ഞു വീണു മരിച്ചു. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് മരിച്ചത്. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പ്രതിക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുക. പിടിയിലായ മറ്റൊരു പ്രതിയായ ജന്നത്ത് ഷായെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇന്നലെ രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഇയാളുടെ കാലിൽ പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ മോഷണം നടത്തിയത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് മോഷണമുണ്ടായത്. കേസിൽ 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രധാന പ്രതി സോഗില അടക്കം 3 പേരാണ് ഇനിയും പിടികൂടാനുള്ളത്. കേസിലെ പ്രധാന പ്രതിയായ വീട്ടുജോലിക്കാരി സോഗില വീട്ടുകാർക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ബോധരഹിതരാക്കുകയായിരുന്നു. പിന്നീട് തൻ്റെ സാധനങ്ങളെല്ലാം ബാഗിലാക്കി ജോലിക്കാരി വീട് വിട്ടിറങ്ങി. സംഘത്തിലെ മറ്റുള്ളവർ എത്തി മുറികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വീട്ടുടമയായ രാജീവിന്റെ ഫോൺ വിളി എത്തിയതോടെ ഇവരുടെ പദ്ധതികൾ തകർന്നു. സമീപവാസികൾ വീട്ടുകാരെ അന്വേഷിച്ചെത്തിയതോടെ മോഷ്ടാക്കൾ ചിതറിയോടുകയായിരുന്നു. ഇവർ ചേർന്ന് മോഷ്ടാക്കളിൽ 2 പേരെ പിടികൂടുകയും ബാഗിൽ കടത്താൻ ശ്രമിച്ച സ്വർണവും പണവും കണ്ടെത്തുകയും ചെയ്തു. വീട്ടുജോലിക്കാരി സോഗില ഉൾപ്പെടെ സംഘത്തിലെ എല്ലാവരുടെയും ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ നിന്ന് ലഭിച്ചിരുന്നു. വീട്ടുടമയായ രാജീവ് ബാംഗ്ലൂരിലാണ്. 74-കാരിയായ ശ്രീദേവി അമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സായ സിന്ധു എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. 15 ദിവസം മുൻപാണ് സോഗിലെ ഇവിടെ ജോലിക്കെത്തിയത്. ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന് വീട്ടുടമ നേപ്പാൾ സ്വദേശിയെ അറിയിച്ചിരുന്നു. പരവൂർ പുത്തൻകുളത്താണ് ഇയാൾ താമസിക്കുന്നത്. ഇയാളാണ് പുത്തൂരിൽ താമസിക്കുന്ന അഭിഷേക് എന്ന നേപ്പാൾ സ്വദേശിയുടെ നമ്പർ നൽകിയത്. ഇതനുസരിച്ച് അഭിഷേകാണ് സോഗിലയെ ഇവരുടെ വീട്ടിലെത്തിച്ചത്. വീടിനെക്കുറിച്ച് മനസ്സിലാക്കി മോഷണത്തിന് പദ്ധതി തയ്യാറാക്കിയതും അഭിഷേകാണെന്ന് പോലീസ് പറഞ്ഞു. അഭിഷേകിനെ 1-ാം പ്രതിയാക്കിയാണ് അയ്യൂരിൽ പോലീസ് കേസെടുത്തത്. നേപ്പാൾ സ്വദേശിയായ രാംകുമാർ 42 വയസ്സ്, ജനാർദ്ദന ഉപാധ്യായ് 42 വയസ്സ് എന്നിവരെയാണ് പിടിയിലായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.